നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. നടൻ മുകേഷ് MLAക്കെതിരെ വടക്കാഞ്ചേരിയിലും കേസ്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ. കേസ് തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. സംഘടനാ പ്രവർത്തനത്തിലെ ഗുരുതരമായ വീഴ്ചയാണ് PK ശശിക്കെതിരായ നടപടിക്ക് കാരണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. KTDC ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരെന്നും EN സുരേഷ് ബാബു. മനുഷ്യർക്കിടയിലെ വേർതിരിവുകൾ മനുഷ്യത്വമില്ലാത്തവരുടെ സൃഷ്ടിയെന്ന് K രാധാകൃഷ്ണൻ MP. സംഗീതത്തിന് അതിർവരമ്പുകളില്ല. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സംഗീത ലോകത്ത് മനുഷ്യത്വത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. ചെമ്പൈ വിദ്യാപീഠം 38ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. രാഗസാന്ദ്രമായി ചെമ്പൈ ജയന്തി സംഗീതോത്സവം. പട്ടാമ്പിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കളുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. കഞ്ചാവും ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാം. ജലദുരന്തങ്ങൾ തടയാൻ പട്ടാമ്പിയിൽ പ്രത്യേക പദ്ധതി. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് നീന്തൽ പരിശീലിക്കാൻ സൗകര്യമൊരുക്കും. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് പട്ടാമ്പി നഗരസഭയിലും മുതുതല പഞ്ചായത്തിലും. വാർത്തകൾ വിശദമായി. നടൻ മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും കേസ്. വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. കേസ് തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. നാടകമേ ഉലകമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കയറിപ്പിടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. കിടക്കയിലേക്ക് തള്ളിയിട്ടെന്നും പരാതിയിൽ പറയുന്നു. വാഴാലിക്കാവ് പ്രദേശത്ത് ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനശ്രമം നടന്നതെന്ന് നടി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നടിയുടെ മൊഴിയിൽ വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഘടനാ പ്രവർത്തനത്തിലെ ഗുരുതരമായ വീഴ്ചയാണ് PK ശശിക്കെതിരായ നടപടിക്ക് കാരണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും EN സുരേഷ് ബാബു പാലക്കാട് പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്നാൽ പാർട്ടിയിലെ ഒരു നേതാവിനും സ്വാധീന ശക്തിയില്ലെന്ന് EN സുരേഷ് ബാബു വ്യക്തമാക്കി. ആ നടപടിക്ക് ആധാരമായ വിഷയങ്ങൾ നല്ല രൂപത്തിൽ പരിശോധന നടത്തും. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഒരു നടപടി സ്വീകരിക്കുക. ഇപ്പോൾ PK ശശിക്കെതിരായി എടുത്തിട്ടുള്ള നടപടി ഒരു കടുത്ത നടപടിയാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെ മാറ്റി നിർത്തി എന്നുള്ള നടപടിയാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ്. അപ്പം അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയിട്ടാണ് ഒരു നടപടി സ്വീകരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വാധീനം എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഞാനൊരു വ്യക്തിയായി നിന്നാൽ എനിക്ക് എന്ത് സ്വാധീനമാണ്? ഞാൻ വട്ടപൂജ്യമല്ലേ? CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണ് നിങ്ങളുൾപ്പെടെ ഇപ്പോൾ എന്നെ വന്ന് കാത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാനിതിന് വെളിയിലാണെന്ന് വയ്ക്കുക, ഒരു സ്വാധീനവും ഉണ്ടാവില്ല ഈ പാർട്ടിയിലും ബഹുജനങ്ങളുടെ ഇടയിലും തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. നേരത്തെയും ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. തെറ്റുതിരുത്തിയാൽ PK ശശിക്ക് തിരിച്ചുവരാം. KTDC ചെയർമാൻ പദവി ശശി ഒഴിയേണ്ട കാര്യം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും EN സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. അത് പാർട്ടിയായിട്ട് ബന്ധമില്ലല്ലോ, അതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഒരു കോർപ്പറേഷൻ പദവിയാണല്ലോ അത് പാർട്ടി കൊടുത്ത പാർട്ടിയുടെ ഒരു സ്ഥാനം കൊടുത്തതുപോലെ, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്ന പോലെയല്ല, ചുമതല കൊടുക്കുന്ന പോലെയല്ല. അത് പാർട്ടി നിശ്ചയിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കൊടുക്കുന്നതാണ്. അതെല്ലാം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അതിപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കളുമായി ഒരാൾ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാമാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഡാൻസ് ഓഫ് അംഗങ്ങളുടെ സഹായത്തോടെ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രതി പിടിയിലായത്.
പട്ടാമ്പി പോലീസിന്റെ പരിശോധനയിലാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.053 കിലോഗ്രാം കഞ്ചാവും 0.34 ഗ്രാം ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാം പിടിയിലായത്. പ്രതി താമസിച്ചിരുന്ന പെരിന്തൽമണ്ണയിലുള്ള വാടക വീട്ടിൽ നിന്ന് 1/2 കിലോയോളം കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു. പട്ടാമ്പി മേഖലയിലെ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളെ മറ്റും ലക്ഷ്യം വെച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്നതിനായാണ് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായും ലഹരിക്കടത്തിലേർപ്പെടുന്ന കൂടുതൽ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ മറ്റ് 2 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. വേലൂർ കാവുങ്കൽ വീട്ടിൽ ജിഷ 30 വയസ്സ്, വെള്ളറക്കാട് അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാം 56 വയസ്സ്, ഭാര്യ ഷംസിയ 47 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനത്തിൻ്റെ പിറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഷംസിയയുടെ പരിക്ക് ഗുരുതരമാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. ഷംസിയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഗീതത്തിന് അതിർവരമ്പുകളില്ലെന്നും മനുഷ്യർക്കിടയിലെ വേർതിരിവുകൾ മനുഷ്യത്വമില്ലാത്തവരുടെ സൃഷ്ടിയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച മഹത് വ്യക്തിത്വത്തിന് ഉടമയെന്നും K രാധാകൃഷ്ണൻ MP. ചെമ്പൈ ജയന്തി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ചെമ്പൈ വിദ്യാപീഠത്തിന്റെ 38ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആയിരക്കണക്കിന് ആളുകളാണ് സംഗീതോത്സവത്തിൽ പാടാൻ വേണ്ടി രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും ജീവിതവാർത്തകൾ. 10,000-കണക്കിന് ആളുകളാണ് ശ്രോതാക്കളായി പ്രവേശിച്ചത്. ഓരോ വർഷം ചെയ്യുന്നതോറും അതിന്റെ വർദ്ധിച്ചു വരുന്നു എന്നല്ല, അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ വളരെയേറെ പുരസ്കാരങ്ങളും വ്യത്യസ്ത മേഖലകളിലാകെ ആളുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം നമ്മുടെ വീട്ടിലെ 50 വർഷം പിന്നീട് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പുതിയ തലമുറയുടെ മനസ്സിലും ജീവിക്കുന്നു എന്നതാണ് ആ അവരുടെ ഏറ്റവും വലിയ മഹത്വം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിപാടിയിൽ PP സുമോദ് MLA അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP മുഖ്യപ്രഭാഷണം നടത്തി. മേളവിദ്വാൻ കല്ലൂർ രാമൻകുട്ടിമാരാരെ ചടങ്ങിൽ ആദരിച്ചു. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, ഗായത്രി തമ്പാൻ, എഴുത്തുകാരൻ വിജി തമ്പി, സൈനുദ്ദീൻ പത്രിപ്പാല തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ സ്വാഗതവും ചെമ്പൈ സുരേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ സംഗീത കച്ചേരി നടന്നു. പരിപാടിയിൽ വെച്ച് വയനാട് ദുരിതബാധിതർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോട്ടായി പഞ്ചായത്തിന്റെ വിഹിതമായ 2 ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, വൈസ് പ്രസിഡന്റ് CR അനിത എന്നിവർ ചേർന്ന് K രാധാകൃഷ്ണൻ MPക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർണാടക സംഗീത ആസ്വാദകരുടെ എണ്ണം അനുദിനം കുറയുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണെന്നും കർണാടക സംഗീതം കൂടുതൽ ജനകീയമാക്കണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 128ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ചെമ്പൈ ഗ്രാമത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കച്ചേരി ഭ്രാന്തന്മാർ, അവരുടെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് അവര് എവിടെ എത്തിയാൽ എവിടെ കച്ചേരി അവരെത്തിക്കൊടുക്കും. രണ്ടാമത്തെ കേരളത്തിൽപ്പെടുന്ന ആൾക്കാരാണ് വിരോധമില്ല, കേട്ടാൽ കൊള്ളാം, വിരോധമില്ല എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾക്കാര് നമ്മൾ ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല, അവര് വിരോധികളാണ്, ഇതെന്തോ അപകടപ്പെട്ട സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നത്. ഈ രണ്ടാമത്തെ ആൾക്കാരെ നമുക്ക്, നിങ്ങൾ ഓരോ ആൾക്കാരും ഈ ആസ്വാദകർ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇതുപോലെ ഈ 2ാം കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർ. ചെമ്പൈ സ്മാരക സംഗീത ഹാളിൽ നടന്ന പരിപാടിയിൽ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി അധ്യക്ഷനായി. പ്രവാസി വ്യവസായി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് മുഖ്യ അതിഥിയായി. ഓഡിറ്റർ ശിവദാസ് ചിറ്റൂരിനെ ചടങ്ങിൽ ആദരിച്ചു. സൈനുദ്ദീൻ പത്രിപ്പാല, ഗായത്രി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ സ്വാഗതവും ചെമ്പൈ സുരേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് അഭിറാമുണ്ണിയും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരിയും നടന്നു.
ദ്വിദിന സംഗീതോത്സവ വേദിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 200ഓളം യുവ സംഗീതജ്ഞരാണ് കച്ചേരി അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാനും എല്ലാവരിലും നീന്തൽ വൈദഗ്ധ്യം ഉറപ്പുവരുത്താനും പട്ടാമ്പിയിൽ പദ്ധതി ഒരുങ്ങുന്നു. മുഹമ്മദ് മുഹ്സിൻ MLA നേതൃത്വത്തിലാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കായി നീന്തൽ പരിശീലനം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നഗരസഭാ പരിധിയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലും നീന്തൽ പരിശീലനം ആരംഭിക്കാനാണ് പദ്ധതി. മുഹമ്മദ് മുഹ്സിൻ MLA നേതൃത്വത്തിലാണ് പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നീന്തൽ പരിശീലിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുന്നത്. മുങ്ങിമരണങ്ങൾ നിത്യസംഭവമായ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, നീന്തൽ പരിശീലകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും മുതുതല ഗ്രാമപഞ്ചായത്തിലെ മാടായിക്കുളത്തിലും നീന്തൽ പരിശീലനം ആരംഭിക്കാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് മുതുതലയിൽ പ്രത്യേക യോഗം ചേർന്നു. നീന്തൽ പഠിക്കാൻ താൽപ്പര്യമുള്ള ആർക്കും പ്രായഭേദമന്യേ പങ്കെടുക്കാം. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാകും പരിശീലനം. വനിതാ ട്രെയിനർമാരും പരിശീലിപ്പിക്കാനുണ്ടാകും. കൂടാതെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സേവനവും ഉറപ്പാക്കും. കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടുള്ള അപകടങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ടും ജലസാക്ഷരത ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുതല ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, നീന്തൽ വിദഗ്ധൻ ടർബു, പഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനം നൊന്ത് പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ മുങ്ങിയത് പരിഭ്രാന്തി പരത്തി. തൃശൂർ അന്തിക്കാട് സ്റ്റേഷനിലെ CPO ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജോലിക്ക് ഹാജരാകാതെ സ്ഥലം വിട്ടത്. ചേർപ്പ് സ്വദേശിയായ പോലീസുകാരനെ കാണാതായെന്ന വാർത്ത വിവാദമായപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് സ്ഥലം മാറ്റം അംഗീകരിച്ച് പ്രശ്നത്തിൽ നിന്ന് തടി തപ്പുകയായിരുന്നു. അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റത്തിനായി പോലീസുകാരൻ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വരന്തരപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റം ലഭിച്ചിരുന്നു. അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിൽ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം തടഞ്ഞതായാണ് പറയുന്നത്. തുടർന്നും അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിക്ക് പോകാനും നിർദ്ദേശം വന്നു. ഇതോടെ ഇയാൾ ഏറെ വിഷമത്തിലായെന്ന് പറയുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിക്ക് എത്താതായതോടെ അന്തിക്കാട് പോലീസ് ഇയാളെ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഇതോടെ പോലീസ് വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇദ്ദേഹത്തെ കാണാതായ വിവരം പോലീസ് SP അറിയിച്ചു. സ്ഥലം മാറ്റം തടഞ്ഞതാണ് നാടുവിടാൻ കാരണമെന്നും അറിയിച്ചു. ഇതോടെ അന്തിക്കാട് സ്റ്റേഷൻ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വീണ്ടും വരന്തരപ്പള്ളിയിലേക്ക് തന്നെ മാറ്റി നിയമിച്ചു. ആലപ്പുഴയിലുള്ള പോലീസുകാരൻ ഉടനെ മടങ്ങിവരാമെന്ന് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ നാടിനകത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത്. ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഈ നാടിനകത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് നാട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കാത്ത, നമ്മൾ അനുഭവിക്കാത്ത വലിയ തരത്തിലുള്ള രോഗങ്ങൾക്ക് നാട്ടിലെ പല ആളുകളും ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. VKR ഹോസ്പിറ്റൽ വെട്ടിക്കാട്ടിരിയും ദി ഐ ഫൗണ്ടേഷൻ മലപ്പുറവും ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിന് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സദേൺ റോക്കും നേതൃത്വം വഹിച്ചു. അത്തിക്കപ്പറമ്പ് മുസ്ലിം പള്ളി ഹാളിൽ നടന്ന സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പിൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ്, PM സുലൈമാൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, BJP നേതാവ് MA രാജു, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് TK സൈദലവി, സദേൺ റോക്ക് പ്രതിനിധി കുര്യച്ചൻ, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അത്തിക്കപ്പറമ്പ് നിവാസികൾക്ക് ആവശ്യമായ സൗജന്യ മെഡിക്കൽ കിറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അഖില കേരള എഴുത്തച്ഛൻ സമാജം വാണയംകുളം പുലാച്ചിത്ര ശാഖ കുടുംബസംഗമവും പൊതുയോഗവും നടന്നു. NP കോമളം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ T ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി സ്വാഗതം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സോമൻ സംഘടനാ പ്രഭാഷണം നടത്തി. ആശാദേവി, രമേഷ് ബാബു, സുജേഷ്, നാരായണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് SSLC+2 പരീക്ഷകളിൽ
വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികളും ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ സോൺ ചെയർമാന്റെ സന്ദർശനവും വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. പട്ടാമ്പിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ പാഠ്യേതര അറിവുകൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും ലയൺസ് ക്ലബ്ബ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ സോൺ ചെയർമാൻ കെ മനോജിന്റെ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. പട്ടാമ്പിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ പാഠ്യേതര അറിവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികളുടെയും ഓണത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസ പദ്ധതികളുടെയും ഉദ്ഘാടനം ചടങ്ങിൽ സോൺ ചെയർമാൻ കെ മനോജ് നിർവഹിച്ചു. പശ്ചിമഘട്ടത്തിലെ പാറക്കെട്ടുകളിലെ സസ്യങ്ങളുടെ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ സ്മൃതി വിജയനെയും കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് സോൺ ചെയർമാൻ കെ മനോജിനെയും ചടങ്ങിൽ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ബി ബിജു അധ്യക്ഷനായി. ഇ കെ ബാബു, ഇർഷാദ് അഹമ്മദ്, ഇ ഉണ്ണികൃഷ്ണൻ, സദാശിവൻ, ആർ രഞ്ജീവ്, പി ജെ വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. നടൻ മുകേഷ് MLA-ക്കെതിരെ വടക്കാഞ്ചേരിയിലും കേസ്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ. കേസ് തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. സംഘടനാ പ്രവർത്തനത്തിലെ ഗുരുതരമായ വീഴ്ചയാണ് PK ശശിക്കെതിരായ നടപടിക്ക് കാരണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. KTDC ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരെന്നും EN സുരേഷ് ബാബു. മനുഷ്യർക്കിടയിലെ വേർതിരിവുകൾ മനുഷ്യത്വമില്ലാത്തവരുടെ സൃഷ്ടിയെന്ന് K രാധാകൃഷ്ണൻ MP. സംഗീതത്തിന് അതിർവരമ്പുകളില്ല. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സംഗീത ലോകത്ത് മനുഷ്യത്വത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. ചെമ്പൈ വിദ്യാപീഠം 38ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. രാഗസാന്ദ്രമായി ചെമ്പൈ ജയന്തി സംഗീതോത്സവം. പട്ടാമ്പിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കളുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. കഞ്ചാവും ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാം. ജലദുരന്തങ്ങൾ തടയാൻ പട്ടാമ്പിയിൽ പ്രത്യേക പദ്ധതി. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് നീന്തൽ പരിശീലിക്കാൻ സൗകര്യമൊരുക്കും. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് പട്ടാമ്പി നഗരസഭയിലും മുതുതല പഞ്ചായത്തിലും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.